നിന്നിലലിയാൻ. രചന ഹർഷ ലക്ഷ്മി. അവതരണം സിദ്ധി. മാളിൽ നിന്ന് ഹരേഷിന്റെ കുടുംബം വീട്ടിലേക്ക് പോയി. ഞങ്ങൾ എല്ലാവരും നേരിട്ട് എയർപോർട്ടിലേക്കും കുതിച്ചു. ഞങ്ങൾ എല്ലാ പെൺകുട്ടികളും മാനവിന്റെ കാറിലും ബാക്കിയുള്ളവർ ടാക്സിയിലുമാണ് വന്നത്. എയർപോർട്ടിൽ ഞങ്ങൾ കൃത്യസമയത്തെത്തി. ഇനിയും സമയം മുന്നിലുള്ളതുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് പാർക്കിൽ നിന്ന് എല്ലാവരും വിട പറഞ്ഞു ടെർമിനലിലേക്ക് പോയി. വളരെ വേദനയോടെ ഞാൻ അവരെ വിട്ടയച്ചു. മാനവ് അവരുടെ കൂടെ തിരികെ പോകുമെന്ന് ഞാൻ കരുതി. പക്ഷേ എന്തുകൊണ്ടോ അവൻ എന്റെ കൂടെ നിന്നു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. രാവിലെ ഉണ്ടായ അനുഭവം എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പതിഞ്ഞ സ്വരത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? പക്ഷേ എന്റെ ഫ്ലൈറ്റ് പുലർച്ചെയാണ്, 2 മണിക്ക്. അതുവരെ നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്താ, വീട്ടിൽ പോകുന്നില്ലേ? എടോ, ഞാൻ സിംഗപ്പൂർ പോയിട്ട് 19 ദിവസമേ ആയിട്ടുള്ളൂ. എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, വീട്ടിലേക്കല്ല. 1 മാസം എന്നാണല്ലോ പറഞ്ഞത്. ഞാനിപ്പോ ഓർക്കുന്നു. അപ്പോ സിംഗപ്പൂരിൽ നിന്നും എന്റെ ബർത്ത്ഡേക്ക് മാത്രമാണോ വന്നത്? ഇത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, നിന്റെ പിറന്നാൾ മാത്രമല്ല, മറ്റു പ്രധാന കാര്യങ്ങളും ഉണ്ടായിരുന്നു. വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതാണ്. ശരി, എന്തൊക്കെയാ ആ പറഞ്ഞ ആവശ്യങ്ങൾ? അതൊക്കെ ഉണ്ട്. അവൻ എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പറയാനൊന്നും ഇല്ലെന്ന് കണ്ടപ്പോ ആ ശ്രമം അവസാനിപ്പിച്ചുകൊണ്ട് അവൻ സത്യം പറയേണ്ടി വന്നു. അങ്ങനെ ചോദിച്ചാ ഇന്ന് നിന്റെ ബർത്ത്ഡേ മാത്രം എനിക്ക് പങ്കെടുക്കാനായിട്ടുള്ളൂ. അവന്റെ വാക്കുകൾ കേട്ടതോടെ ഈയൊരു മുഴുവൻ ദിവസത്തെയും കാഴ്ചകൾ എന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. എനിക്കു വേണ്ടിയാണ് ഇത്രയും ദൂരം മാനവേട്ടം വന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് ശരിയായി സംസാരിച്ചിട്ട് പോലുമില്ല. എന്നോട് ക്ഷമിക്കണം. അത് കുഴപ്പമില്ല, തെറ്റ് എന്റേതായിരുന്നു. അതൊക്കെ മറന്നേക്ക്. അവൻ അല്പനേരം സംസാരം നിർത്തി എന്നോട് നിഷ്കളങ്കമായി ചോദിച്ചു, അല്ലടോ, നീ ബാക്കിയുള്ളവരോടൊക്കെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞല്ലോ. എന്നെ എന്താ കെട്ടിപ്പിടിച്ച് നന്ദി പറയാത്തത്? എന്നെ കെട്ടിപ്പിടിച്ച് പറയണ്ടേ നിനക്ക്? നാണം കൊണ്ട് ഞാൻ ചുവന്നു തുടുത്തു. ഞാൻ ചുറ്റും നോക്കി. പാർക്കിങ്ങിൽ ഏതാണ്ട് ശൂന്യമാണ്. എന്താണ് പറയേണ്ടത് പോലും എനിക്കറിയില്ല. ഞാൻ പരിഭ്രാന്തിയോടെ അവരെ നോക്കി. ശരിക്കും എനിക്കത് വേണോ? പക്ഷേ എനിക്ക് സ്വബോധം വരുന്നതിന് മുൻപ് അവൻ എന്റെ കൈകൾ പിടിച്ച് അവന്റെ അടുത്തേക്ക് വലിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ ശക്തമായ കൈകൾ എന്റെ അരയിൽ ചുറ്റിപ്പിടിക്കും തോറും ഞാൻ സ്വയം മറന്നു നിന്നുപോയി. എന്റെ മുഖം അവന്റെ നെഞ്ചിൽ പതിഞ്ഞു. അവന്റെ ഊഷ്മളമായ ശ്വാസം എന്റെ കഴുത്തിലും അവന്റെ ഹൃദയമിടിപ്പ് എന്റെ മുഖത്തും അനുഭവപ്പെട്ടു. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു മിന്നലേറ്റതുപോലെയാണ് തോന്നിയത്. ഞാൻ ഒരു നിമിഷം മരവിച്ചു നിന്നു. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ ഞാൻ കണ്ണുകൾ അടച്ചു. അവന്റെ സ്നേഹമൂർന്ന ആലിംഗനത്തിൽ ഞാൻ സ്വയം അലിഞ്ഞു ചേർന്നു. ഒരു നിമിഷത്തേക്ക് എന്റെ ശരീരവും മനസ്സും എല്ലാം എന്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുമാറി നിന്നു. ഞാൻ അവന്റെ പുറകിലേക്ക് കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. ഇത് സ്വപ്നമായിരിക്കുമോ? അല്ലെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഈ നിമിഷം അത്രയേ പ്രിയപ്പെട്ടതാണ്. ഞാനിപ്പോ ഈ ലോകത്തിൽ നെറുകയിലാണ്. എന്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അവൻ എന്റെ ചെവിയിൽ പതിയെ മന്ത്രിച്ചു. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതിൽ സോറിട്ടോ. ഞാൻ തലയാട്ടി. ഞാൻ മെല്ലെ ആ ആലിംഗനത്തിൽ നിന്ന് വിട്ടുമാറി. അവൻ എന്നെ നോക്കി പതുക്കെ എന്റെ കൈകളിൽ പിടിച്ചു ചോദിച്ചു, നിനക്കിപ്പോ എന്നോട് ദേഷ്യമില്ലെന്ന് എന്നോട് പറ. ഏയ് ഇല്ലെന്നേ, എനിക്ക് അതിന് കഴിയില്ല. എന്റെ മറുപടി കേട്ട് അവൻ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് തന്റെ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു, പോകാൻ സമയം. നീ വിട്ടോ, നേരം വൈകി. വീട്ടിലേക്ക് മടങ്ങാനുള്ള വഴിയെ നിനക്കറിയാലോ. അല്ലെങ്കിൽ GPS ഉപയോഗിച്ചോളൂ. വീട്ടിലെത്തിയിട്ട് വിളിക്കണം. പിന്നെ ഈ കാറിലുണ്ട്. എനിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ മറുപടി അവനെ തലയാട്ടി കാണിച്ചു. അവൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട്. അവനെ പിരിയാൻ എനിക്ക് കഴിയുന്നില്ല. അവൻ കാറിൽ നിന്ന് ബാക്ക് പാക്ക് എടുത്തു. ഞാൻ വിങ്ങുന്ന ഹൃദയത്തോടെ ഡ്രൈവർ സീറ്റിലേക്ക് അവന് കൈവീശി യാത്ര പറഞ്ഞു. തിരിച്ചുള്ള യാത്രയിൽ ഞാനൊരു സ്വപ്നലോകത്തായിരുന്നു. എന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തങ്ങി നിന്നിരുന്നു. വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്ത് നേരിട്ട് മുറിയിലേക്ക് വിട്ടു. അവിടുന്ന് നേരെ കിടക്കയിലോട്ടു. ആ ആലിംഗനം മാത്രമായിരുന്നു മനസ്സ് മുഴുവൻ. അതെനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്, ഓർത്തുവെക്കാൻ. അപ്പോഴേക്കും എന്റെ ഫോൺ റിങ് ചെയ്തു. അവന്റെ കോൾ ആയതുകൊണ്ട് വേഗം തന്നെ എടുത്തു. ഹായ്. അവന്റെ ശബ്ദം എന്റെ കാതിൽ പതിഞ്ഞു. നീ വീട്ടിൽ എത്തിയോ? ഇത്രയും സമയം എടുത്തതെന്താ അവിടെ എത്താൻ? ഒന്നുമില്ല, ഞാൻ വീട്ടിൽ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. നിങ്ങളോ? ഫ്ലൈറ്റ് കാത്തിരിക്കുന്നു. ഇനി 15 ദിവസം കഴിഞ്ഞു കാണാം. ശ്രദ്ധിക്കണം.
പിന്നെ ആവശ്യമില്ലാതെ ലീവ് എടുക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ പിന്നെ ഓക്കെ, ഗുഡ് നൈറ്റ് ഡാ. സെയിം ടു യു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഫോൺ മാറ്റിവെച്ച് തലടയിൽ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ഞാൻ സ്വയം സംശയം തീർക്കാനായി എന്നോട് തന്നെ ചോദിച്ചു, അവൻ്റെ മനസ്സിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഇടയിൽ ഒരാൾ മാത്രമായിരിക്കുമോ ഞാൻ? അതോ എനിക്കൊരു പ്രത്യേക സ്ഥാനം കാണുമോ? എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷം ഞാനൊരു മായാലോകത്തായിരുന്നു. അവൻ എന്നെ നെഞ്ചോട് ചേർത്തതൊക്കെയും ഉള്ളിൽ മായാതെ കിടന്നു. ഇടയ്ക്കിടെ അതുമാത്രമാണ് ഓർമ്മയിൽ തെളിഞ്ഞു നിന്നത്. ആ ദിവസത്തിന് ശേഷം മനുവേട്ടൻ ഒരിക്കൽ മാത്രം എന്നെ വിളിച്ചിട്ടുണ്ട്. അതും ജോലിയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ ചിലപ്പോൾ മെസ്സേജിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ മുറ പോലെ മെസ്സേജ് വരാറുണ്ട്. പക്ഷേ അതിൽ കൂടുതലൊന്നും ഇല്ലതാനും. അവൻ്റെ ഇത്തരം പെരുമാറ്റം ശരിക്കും അവൻ്റെ മനസ്സിൽ എന്താണെന്നതിനെക്കുറിച്ച് എന്നെ സംശയത്തിലാക്കുന്നു. അവൻ ഉള്ളിൽ ഫീലിങ്സ് മറച്ചു വെക്കുന്നതിലൊക്കെ മാസ്റ്റർ ഡിഗ്രി എടുത്തവനാ. അവൻ്റെ ആ മനസ്സിലുള്ളത് എന്താണെന്ന് ഉറപ്പിക്കാൻ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. അവൻ എന്നോടുള്ള ഫീലിങ്സ് പ്രണയമായിരിക്കുമോ അതോ വെറും സൗഹൃദം മാത്രമായിരിക്കുമോ? പക്ഷേ എൻ്റെ പിറന്നാൾ രാത്രിയിൽ ആ നിമിഷം ഓർക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് തോന്നും അവൻ എന്നെ ഇഷ്ടമായിരിക്കുമെന്ന്. ഇടയ്ക്ക് തോന്നും അവൻ എന്നോട് ഒരു വികാരവും ഇല്ലായിരിക്കും എന്നൊക്കെ. ഇതുവരെ എനിക്കൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഇന്റേൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ജ്വാല മാം എൻ്റെ ജോലിയിൽ തൃപ്തിയായതിനാൽ എൻ്റെ മാസ്റ്റേഴ്സിനായി അവരുടെ ഇന്റേൺഷിപ്പ് തന്നെ സീറ്റ് വാഗ്ദാനം ചെയ്തു. അതിനേക്കാൾ വലുത് മറ്റെന്താണ്? അതിനും മനുവേട്ടൻ ഒരു കാരണമായിരുന്നു. നല്ല ആളുകളുടെ കൂട്ടത്തിൽ ദിവസം അതിവേഗം കടന്നു പോകുന്നതായി എനിക്ക് തോന്നി. 8 മണിക്കൂർ സ്റ്റുഡിയോയിൽ തന്നെ ജോലി ചെയ്യുന്നതിലൂടെ ആകെ തളർന്നിരുന്നു. പക്ഷേ എൻ്റെ മിക്ക ജോലികളും ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കി. ഞാനിവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഇവിടെയും വിട്ടു പോകാം. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി എനിക്ക് വളരെ അടുപ്പമുണ്ട്, പ്രത്യേകിച്ച് അനിതേച്ചിയും മകളുമായിട്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോലെയാണ് ഇവിടെ അവരോടൊപ്പം സമയം ചെലവഴിച്ചത്. തീർച്ചയായും ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കുടുംബത്തെയും സുഹൃത്തുക്കളെയും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഈ ആളുകളെയും മിസ് ചെയ്യും. എൻ്റെ ഇവിടുത്തെ സഹപ്രവർത്തകർക്കെല്ലാം അവരെല്ലാം നല്ല പിന്തുണ എനിക്ക് നൽകിയത്. ഈ ആളുകളെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിന്റെ പട്ടികയിൽ ഇപ്പോൾ എനിക്ക് ധാരാളം ആളുകളുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി മെറി എന്നെ ദിവസവും വിളിക്കാറുണ്ട്. അവളുടെ വിളിയിലൂടെയാണ് ഇനി എത്ര ദിവസം എൻ്റെ മുന്നിലുള്ളതെന്ന് ഞാൻ അറിയും തന്നെ. ഇനി 2 ദിവസം മാത്രം. ഞാൻ ലഗേജ് ഒക്കെ ഏകദേശം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഒടുവിൽ എൻ്റെ ഇവിടുത്തെ അവസാന ദിവസവും വന്നെത്തി. എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ചേർന്ന് എനിക്കൊരു യാത്രയയപ്പൊക്കെ നൽകി. ജ്വാല മാം എന്നെ അവളുടെ ഓഫീസിലേക്ക് വിളിച്ച് ആശംസകൾ അറിയിച്ചു. എനിക്ക് കൂട്ടായവരൊക്കെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. ഇവിടെ പഠിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ സന്തുഷ്ടയായിരുന്നു. അവർ കാരണം മാത്രമാണെങ്കിൽ ഇപ്പോൾ ഈ ഫീൽഡിൽ ഇത്രയധികം കോണ്ടാക്ട് ഉള്ളത്. ഒടുവിൽ ഹൃദയഭാരത്തോടെ ഞാൻ സ്റ്റുഡിയോയെ വിട്ട് പുറത്തിറങ്ങി. സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നേരെ ഷോപ്പിംഗ് മാളിലേക്കാണ് പോയത്. ഹരേഷ് ചേട്ടനും കുടുംബത്തിനും എൻ്റെ വക ഗിഫ്റ്റ് വാങ്ങി. അവർ എനിക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിരിക്കണം. രാത്രിയിൽ ബാക്കിയുള്ള ലഗേജ് ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും എൻ്റെ ഫോൺ റിങ് ചെയ്തു. മനുവേട്ടൻ. ആ പേര് സ്ക്രീനിൽ തെളിഞ്ഞു. അത് കണ്ടതും എൻ്റെ ചുണ്ടുകൾ ഒരു വലിയ പുഞ്ചിരി സാക്ഷ്യം വഹിച്ചു. ഇതിപ്പോ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ അവന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു. ചിന്തിച്ചു നിൽക്കാതെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മനുവേട്ട. എടോ, നിന്റെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്തോ? അതേല്ലോ. ബൈ ദ വേ, നീ നാളെ എത്ര മണിക്ക് പോകും? രാവിലെ 7:30. ഹോ, എങ്കിൽ നീ വളരെ നേരത്തെ എയർപോർട്ടിൽ എത്തണം. ഞാൻ നിനക്കായി എത്താൻ ഒരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്യാം. നീ ക്യാബ് വിളിക്കണമെന്നില്ല. ഇല്ല, കുഴപ്പമില്ല മനുവേട്ട, ഞാൻ ക്യാബ് വിളിക്കാം. എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. ശരി, നീ ഇവിടുത്തെ അവസാന ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് വിഷമം ഉണ്ട് ഇവിടെ വിടാൻ. ഇവിടുത്തെ വിടവങ്ങൾ എല്ലാം എൻ്റെ മനസ്സിൽ ശരിക്കും സ്പർശിച്ചു. സാരമില്ല, വീട്ടിലേക്കുള്ള യാത്ര ശ്രദ്ധിച്ചോളൂട്ടോ. ഉടൻ തന്നെ നമുക്ക് കാണാം. നിങ്ങൾ എപ്പോഴാ തിരികെ വരുന്നത്? 1-2 ദിവസത്തിനുള്ളിൽ തന്നെ. പക്ഷേ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം ഞാൻ ഫോൺ വെച്ചു. ഞങ്ങൾ ഏകദേശം ഒരേ സമയം തന്നെ നാട്ടിലെത്തുമെന്ന് തോന്നുന്നു. എന്നാലും ഇപ്പോൾ എനിക്ക് അവനെ കാണാൻ കഴിയാത്ത നല്ല വിഷമമുണ്ട്. നാളെ നേരത്തെ പോകേണ്ടതുകൊണ്ട് നേരത്തെ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം ഞാൻ ക്യാബ് വിളിക്കുന്നതിന് മുൻപേ
ഹരീഷ് ചേട്ടൻ ഒരാളുമായി എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ശേഷം അവനെ എനിക്ക് ഇതാണ് നിന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി. ഒരു പുഞ്ചിരിയോടെ ഞാൻ ആ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. അത് മാനവ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. പക്ഷേ എയർപോർട്ടിൽ എന്നെ യാത്രയാക്കാൻ വരണമെന്ന് ഹരീഷ് ചേട്ടൻ പറഞ്ഞെങ്കിലും ഞാനത് നിഷേധിച്ചു. അതുകൊണ്ടായിരിക്കണം എൻ്റെ ലഗേജ് എടുത്തു വെക്കാനൊക്കെ അദ്ദേഹം എന്നെ സഹായിച്ചത്. ഈറനണിഞ്ഞ കണ്ണുകളോടെ ഞാൻ കാറിൽ നിന്നും അവർക്ക് നേരെ യാത്രയിൽ കൈവീശി കാണിച്ചു. ഞങ്ങളുടെ കാർ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിച്ചു പോയി. ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ എൻ്റെ ലഗേജ് എടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് നോക്കവേ എൻ്റെ അമ്മയും അച്ഛനും ഇതിനോടകം എനിക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അവരെ കണ്ട മാത്രമേ തെല്ലൊരു ആശ്വാസം തോന്നി. ഞങ്ങൾ യാത്രയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ ഒരു കുട്ടിയെ പോലെ എൻ്റെ നഗരത്തിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു. കുറെ നാൾക്ക് ശേഷം വീട്ടിലെത്തിയത് കൊണ്ട് വീടിനൊരു പുതുമ തോന്നി. എല്ലാം വളരെ വ്യത്യസ്തമായി തോന്നിയതുപോലെ. വൈകുന്നേരം അച്ഛനടുത്ത് ചായ കുടിക്കാതിരിക്കുമ്പോൾ, മോളെ, മനു അവൻ മെറിയുടെ പിറന്നാൾ ദിവസം മാട്രിമോണിയൽ പേജിൽ നിന്നെ അമ്മ പറഞ്ഞ് നീ കണ്ടുമുട്ടിയ പയ്യനല്ലേ? ദൈവമേ, അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? നെഞ്ചിൽ നിറഞ്ഞ ആശയക്കുഴപ്പത്തോടെ ഞാൻ അച്ഛനെ നോക്കി. അച്ഛൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അവൻ തന്നെ എന്നോട് പറഞ്ഞു, നിന്റെ പിറന്നാൾ ദിവസം. എന്തിനാവും മനുവേട്ടൻ അത് അച്ഛനോട് വ്യക്തമാക്കാൻ ശ്രമിച്ചത്? ഞാൻ മടിയോടെ അച്ഛനെ നോക്കി. സോറി അച്ഛാ, ഞാൻ അച്ഛനോട് മുൻപ് പറഞ്ഞില്ല. അതൊന്നും സാരമില്ല, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? ഞാൻ തലയാട്ടി അതേ എന്ന് മറുപടി പറഞ്ഞു. അവൻ നല്ല പയ്യനാ. നല്ലൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് എൻ്റെ കവിളിൽ മെല്ലെ തട്ടി എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അച്ഛൻ വാതിൽക്ക് എത്തിയപ്പോൾ വീണ്ടും എന്നെ നോക്കി. അതേ, അച്ഛൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അവൻ നിന്നെ പരിപാലിക്കുന്നുണ്ട് ഒരുപാട്. ഞാൻ എന്തെങ്കിലും പ്രതികരിക്കും മുൻപ് അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി. അച്ഛൻ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ശരിക്കും കുഴഞ്ഞു. എൻ്റെ അച്ഛന് അവനെ ഇഷ്ടമായതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഉറപ്പില്ല മനുവേട്ടൻ മനസ്സിൽ എന്താണെന്ന്. അങ്ങനെ ഞാൻ അവനെക്കുറിച്ച് ആലോചിക്കെ എൻ്റെ ഫോൺ മുഴങ്ങി. മെറിയാണ്. ഹേയ് മിന്നു, എനിക്ക് നിന്നെ ഉടനെ കാണണം എന്ന് മാത്രം പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. ഞാൻ എൻ്റെ അത്താഴം നേരത്തെ കഴിച്ച് രാത്രി 8 മണിക്ക് അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ കോളിംഗ് ബെൽ അമർത്തുന്നതിന് മുൻപ് തന്നെ അവൾ വാതിൽ തുറന്നു. അവൾ എന്നെ കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ശരിക്കും എനിക്ക് ഇപ്പോൾ ആകാംക്ഷയുണ്ട് അവൾ എന്നോട് പങ്കിടാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം എന്താണെന്നറിയാൻ. ഞാൻ അവളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന മുൻപ് തന്നെ അവൾ എൻ്റെ കൈ പിടിച്ച് അവളുടെ മുറിയിലേക്ക് എന്നെ പിടിച്ചുകൊണ്ടുപോയി. അവൾ എന്നെ അവളുടെ മുറിയിൽ സോഫയിൽ ഇരുത്തി വാതിലടച്ചു. മനസ്സിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഞാൻ അവളെ നോക്കി. അവൾ എൻ്റെ അടുത്ത് വന്ന് മുറിയിലേക്ക് ഓടി വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടാൾക്കും കിതക്കുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് ശേഷം അവൾ എൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ച് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അത് പിന്നെ എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തു. അർജുൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ ജെറിൻ, അവനാ ആള്. ഇനി എനിക്കുള്ള ഊഴമാണ്, അഭിനയിച്ചു തകർക്കണം. എന്താ? ഞാൻ ഞെട്ടലോടെ അവളെ നോക്കി. അവൾ നാണത്താൽ ചുവന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. എന്നിട്ട് നീ ഓക്കെ പറഞ്ഞോ? അവൾ നാണിച്ചു നിന്ന് തലയാട്ടി. ഞാൻ സന്തോഷത്തിൽ ചാടി എഴുന്നേറ്റ് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആഹാ, അപ്പോൾ നിനക്കാണല്ലോ എന്നേക്കാൾ ഹാപ്പി. ഞങ്ങൾ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എനിക്കും അവളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് ഉറപ്പില്ലതാനും. ഒരുപക്ഷെ അവളും അതേ അവസ്ഥയിലായിരിക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അത് സംഭവിച്ചത്. അർജുൻ എന്നെ കാണാൻ വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ്റെ കൂടെ വന്ന ജെറി എന്നോട് ഒരു റോസാപ്പൂ കൊണ്ട് വിവാഹാഭ്യർത്ഥന നടത്തി. എങ്ങനെയാണ് അറിയോ? വിൽ യു മാരി മീ? അങ്ങനെ. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കെല്ലാം മുൻപേ മനസ്സിലായിരുന്നു ജെറിന് എന്നോടുള്ള മനോഭാവം. അപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എനിക്ക് ഈ ലോകത്ത് അവനെയാണ് വേണ്ടതെന്ന്. അവനും ഇഷ്ടമുള്ള സ്ഥിതിക്ക് ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ടാണ് ആ കുരിപ്പ് എന്നോട് പോലും പറയാതിരുന്നേ. അവന് ഇഷ്ടമല്ലെങ്കിലോ? അതാ പറയാനേ നിന്നോട്. പിന്നെ ഇന്നലെ ഞങ്ങൾ ആദ്യമായി കിസ്സടിച്ചു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. എൻ്റെ ദൈവമേ, എനിക്കത് കാണാനുള്ള അവസരം മിസ്സായല്ലോ. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പോ അവിടുന്ന്, എനിക്ക് നാണമാവുന്നുണ്ട് കേട്ടോ. അവൾ ഇപ്പോഴും നാണിച്ചിരിപ്പാണ്. നീയാണ് മോളെ അർജുൻ ശേഷം ഇതൊക്കെ ആദ്യം അറിയുന്ന വ്യക്തി. എനിക്ക് നിന്നോട് ഫോണിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിന്റെ മുഖത്തെ ഈ ഭാവങ്ങൾ സാക്ഷ്യം വഹിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതാണ് നീ ഇവിടെ വരുന്നവരെ ഞാൻ കാത്തിരുന്നത്. മെറി, നീ ശരിക്കും എൻ്റെ ഈ ദിവസം തന്നെ ഹാപ്പിയാക്കി തന്നു. നിങ്ങൾ രണ്ടുപേർക്കും സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പിന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മനുവിനോട് ഇതൊന്നും പറഞ്ഞില്ലേ നീ? ആ ബെസ്റ്റ്.
അവൻ അവന്റെ പ്രോജക്റ്റുകളൊക്കെ പൂർത്തിയാക്കുന്ന തിരക്കില. അവനോടിപ്പോ ഇതും പറഞ്ഞു ചെന്നാൽ അത് മതി. അവന് മുന്നേ നിന്നോട് തന്നെ എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ ആദ്യമേ ഉറപ്പിച്ചതാ. നീയാണല്ലോ എന്റെ സീക്രട്ട് ഒക്കെ അറിയുന്ന ഏക വ്യക്തി. എന്റെ ഈ സന്തോഷ വാർത്ത പറയാനുള്ള ഏക അവകാശം നിന്നിൽ മാത്രമാണെന്ന് മോളെ. ശരി ശരി, അപ്പൊ പിന്നെ ഇനി എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നേ? വീട്ടിൽ പറയണ്ടേ? വേണം, എനിക്ക് ഞങ്ങളുടെ ബന്ധം ഇവിടെ പറയണം. നിശ്ചയം അല്ലെങ്കിൽ വിവാഹം എന്തോ എനിക്കറിയില്ല. അയ്യോ, അപ്പോ എന്റെ മെറിമോള് ഇനി തിരക്കിലായിരിക്കും. ഞാൻ അവളെ നോക്കി കണ്ണിറുക്കി. അവൾ എന്റെ കൈകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഞാനിപ്പോ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് മോളെ. എന്റെ പപ്പയോടും അമ്മച്ചിയോടും എങ്ങനെ പറയും? അവരൊക്കെ പാവമാണെന്നറിയാം. പക്ഷേ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇനി ആലോചിക്കുന്നില്ല. നീ പറയുമോ മിന്നു അവരോടൊക്കെ? ഞെട്ടോടെ ഞാൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മെറി, ഞാൻ അവരോട് എന്തു പറയും? മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അവളുടെ വീട്ടിൽ കാര്യം ബോധ്യപ്പെടുത്താൻ സാധ്യമായ എല്ലാ വഴികളും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവളാണെങ്കിൽ പരിമളത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. മെറി, ജെറിന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ലല്ലോ. ഓർഫനേജിൽ വളർന്ന അവന് സുഹൃത്ത് എന്ന് പറയാൻ അർജുൻ മാത്രമല്ലേ ഉള്ളൂ. അവന് വേണ്ടി എന്റെ പാരന്റ്സ് ഇവിടെ സംസാരിച്ചാൽ നിനക്കെന്ന് തോന്നുന്നു? നല്ല ഐഡിയ ആണല്ലോ. ഇനി നിന്റെ പാരന്റ്സിനോട് പറയണ്ടേ? വേണം. ഞാൻ ആ രാത്രി അവളുടെ വീട്ടിൽ ചിലവഴിച്ചു. ആ രാത്രി മുഴുവൻ അവനെക്കുറിച്ച് മാത്രമേ അവൾ സംസാരിച്ചുള്ളൂ. അവൾ അവനുമായി പൂർണ്ണമായും പ്രണയത്തിലാണെന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അർജുൻ എനിക്ക് ബ്രദർ ആയതുപോലെ ജെറിയുമായും നല്ലൊരു സൗഹൃദം എനിക്കുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആൾ. പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് പഠിച്ച് ജോലി നേടിയെടുത്തു. അതിനിടെ ഇഷ്ടം തോന്നിയ ആദ്യ പെൺകുട്ടിയാണ് മെറി. എന്നാലും അവൻ എന്നോട് പറയാതെ അവളെ പ്രപ്പോസ് ചെയ്ത് ശരിയായില്ല. അടുത്ത ദിവസം തന്നെ അർജുനും ജെറിനും കയ്യിൽ ഒരു വലിയ പൊതിയുമായി എന്റെ മുറിയിലേക്ക് കടന്നു വന്നു. ഞാൻ അവനെ നോക്കാതെ തന്നെ നിന്നു. എന്റെ ചിരി അടക്കി പിടിക്കാൻ ഞാൻ പാടുപെട്ടു. ഞാൻ പിണങ്ങിയെന്ന് കരുതി രണ്ടും സോറി പറഞ്ഞു. മിന്നു, എന്നോട് ക്ഷമിക്കടാ. ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ. ജെറിൻ അത് പറയുമ്പോൾ അവൻ നാണിക്കുന്ന ഞാൻ എന്റെ കൺകോണിലൂടെ നോക്കിക്കണ്ടു. എടോ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ മെറിയോട് എല്ലാം ഒന്ന് അന്വേഷിക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പ്ലീസ് ഡാ. ശരി ശരി, ജസ്റ്റ് ചിൽ. ഞാനുണ്ട് എന്തിനും കൂടെ. ഇവിടെ എല്ലാരോടും എപ്പോ പറയണമെന്ന് പറഞ്ഞേച്ചാ മതി. അവര് റെഡി ആയിക്കോളും. നിങ്ങൾക്കാരും അതുപോലെ. അവരിരുവരും എന്നെ നോക്കി ചിരിയോടെ തലയാട്ടി. വൈകുന്നേരം അച്ഛൻ വീട്ടിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ അത്താഴം കഴിക്കുകയായിരുന്നു. എല്ലാവരും കഴിച്ച ശേഷം ഞാൻ അവരെ സോഫയിൽ ഇരുത്തി ജെറിന്റെയും മെറിയുടെ ബന്ധത്തെക്കുറിച്ച് സാവധാനം പറഞ്ഞു മനസ്സിലാക്കി. അർജുനും ജെറിനും തറയിലേക്ക് നോക്കിയിരിക്കുകയാണ്. രണ്ടുപേരും അച്ഛന്റെയും അമ്മയുടെയും പ്രതികരണം അറിയാൻ വളരെ ആവേശത്തിലാണ്. അവസാനം എന്റെ അച്ഛൻ മെറിയുടെ അച്ഛനെ വിളിച്ച് ഞായറാഴ്ച ഒന്ന് കാണണമെന്ന് അറിയിച്ചു. കുറച്ചു കഴിഞ്ഞ് അവർ രണ്ടും തിരികെ പോയി. ഞാൻ സന്തോഷത്തോടെ എന്റെ മുറിയിൽ വന്നു. മനുവേട്ടനെ ഞാൻ ഇപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നു. ഒരു സന്തോഷത്തിന് ഒരു സങ്കടം കൂട്ടിനുണ്ട്. എന്റെ വീട്ടുകാർ ജെറിനും അർജുനുമൊപ്പം മെറിയുടെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചതുപോലെ ഞായറാഴ്ച വന്നെത്തി. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഓരോ 10 മിനിറ്റിലും ഞാൻ ഫോണെടുത്ത് നോക്കി. ഒടുവിൽ ഏകദേശം 2 മണിക്കൂർ കാത്തിരുന്നു. ശേഷം അർജുൻ എന്നെ വിളിച്ചു. വിവാഹ നിശ്ചയത്തിന് ഒരു തീയതി നിശ്ചയിക്കണമെന്ന് തീരുമാനമായെന്ന്. അത് കേട്ട മാത്രയിൽ ഞാൻ എന്റെ ഒരു ഭ്രാന്തിയെ പോലെ ചാടിത്തുള്ളി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം ജെറിനും മെറിയും ഞങ്ങൾക്കായി അർജുന്റെ വീട്ടിൽ ഒരു ചെറിയ പാർട്ടി നടത്തി. തീയതി എന്നാണെന്നറിയാൻ എന്റെ മനസ്സ് വല്ലാതെ ജിജ്ഞാസ കൂട്ടി. അർജുന്റെ വീട്ടിൽ എത്തിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനുവേട്ടനും അവിടെയുണ്ട്. സന്തോഷം കൊണ്ട് ഞാൻ ശരിക്കും വല്ലാതെ അവസ്ഥയിലായിരുന്നു. എല്ലാവരും എന്നെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ നേരിട്ട് മനുവേട്ടനടുത്തേക്കാണ് പോയത്. അവനോട് കൈകൊടുത്ത് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഹായ്, സുഖമാണോ? അവന്റെ സ്പർശനം എന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സുഖമാണോ? ഈ പുഞ്ചിരി ഞാൻ എത്രമാത്രം മിസ് ചെയ്തെന്നറിയോ? ഈ മനോഹരമായ കണ്ണുകളിൽ നോക്കിയിട്ട് സംസാരിക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു. എപ്പോഴാ തിരിച്ചു വന്നത്? ഞാൻ ചോദിച്ചു. ഇന്ന് രാവിലെ. എനിക്ക് നിന്നെ വിളിക്കണം എന്ന് തോന്നി. പക്ഷേ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. നിങ്ങളെന്നെ ആദ്യമായി കാണുന്നവരെ പോലെ ഉണ്ടല്ലോ. മെറി ഇടയിൽ കയറി. ഞങ്ങൾ അവളെ ആകാംക്ഷയോടെ നോക്കി. അവളുടെ കൂടെ ജെറിനും ഉണ്ട്. ഇരുവരും അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് പുഞ്ചിരിയോടെ പരസ്പരം നോക്കി. അടുത്ത മാസം 22-ന് വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു. മെറി ഞങ്ങളോടായി പറഞ്ഞു. രണ്ടാളും ചേർന്ന് നിന്നപ്പോൾ നല്ല മാച്ച് ആണ് ട്ടോ.
ഞാൻ പറഞ്ഞു. ശരിയാ, മനുവേട്ടനും എനിക്ക് സപ്പോർട്ട് ചെയ്തു. പക്ഷേ അത് പറയുമ്പോഴും അവൻ എന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ മൂർച്ചയുള്ള നോട്ടം എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കി. രാത്രി വൈകും വരെ ഞങ്ങൾ പാർട്ടിയിലായിരുന്നു. നാളെ മുതൽ എൻ്റെ അമ്മയുടെ അഭിപ്രായം കാരണം അർജുനും ജെറിനും വിവാഹ നിശ്ചയം വരെ ഞങ്ങളുടെ കൂടെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ താഴത്തെ നിലയിൽ നിന്ന് ശബ്ദം എന്തൊക്കെയോ കേൾക്കാം. ഞാൻ കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പടികൾ ഇറങ്ങി. ജെറിനും എൻ്റെ അമ്മയും അച്ഛനും ആവേശത്തോടെ എന്തോ എഴുതുന്ന തിരക്കിലാണ്. അവർ എന്നെ തിരിഞ്ഞു നോക്കി. ഓ, നീ ഇന്ന് വൈകിയാണോ എഴുന്നേറ്റത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വേഗം റെഡിയായി വാ, അമ്മ നിർദ്ദേശം വെച്ചു. ശരി, ഞാൻ തലയാട്ടി. ഞാൻ തിടുക്കത്തിൽ റെഡിയായി അമ്മയെയും കൂട്ടി എൻ്റെ കാറിൽ മെറിയുടെ വീട്ടിലേക്ക് പോയി. അവളുടെ അമ്മ എന്നെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂടെ മെറിയും ഇറങ്ങി വന്നു. മിന്നു, അർജുനെ പോലെ ജെറിനും നിന്റെ ബ്രദർ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ മാസത്തേക്ക് നീ എൻ്റേത് മാത്രമാണ്. എനിക്ക് ഷോപ്പിങ്ങിനും പ്ലാനിങ്ങിനും നീ കൂടെ വേണം. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും നിന്നെ വേണം, എനിക്കെല്ലാത്തിനും. പിന്നെ ഒരു പ്രധാന കാര്യം, വിവാഹ നിശ്ചയത്തിനായിട്ട് എൻ്റെ ഡ്രസ്സ് നീ തന്നെ ഡിസൈൻ ചെയ്യണം. ഞാൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. എന്താ നീ പറഞ്ഞത്? വേണ്ട മെറി, എനിക്കത് പറ്റില്ല. മനുവേട്ടന് വിഷമം തോന്നിയാലോ? ആഹാ, ഇപ്പൊ നീ അവന്റെ ഫീലിങ്സിനെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇതല്ല, മനുവേട്ടൻ ഒരു ഫാഷൻ ഹൗസിന്റെ ഉടമയാണ്. വലിയ ആളുകളൊക്കെ മൂപ്പർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ? അവൾ അത് കേട്ട് പുഞ്ചിരിച്ചു. അതോട് നീ വിഷമിക്കേണ്ട, കാരണം അവൻ തന്നെയാണ് നിന്റെ പേര് നിർദ്ദേശിച്ചത്. ഞാൻ അവനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ. അവൾ എന്നെ നോക്കി കണ്ണിറുക്കി. ശരിക്കും? എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എന്തു വേണം? നിനക്ക് അവനോട് ഇനി നേരിട്ട് സംസാരിക്കണമോ? അത് വേണ്ട. ശരി, അത് തീരുമാനിച്ചു കഴിഞ്ഞു. നീയാണ് എൻ്റെ ഡിസൈനർ. എൻ്റേത് മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും ചേർന്ന ഡ്രസ് നീ ഡിസൈൻ ചെയ്യണം. മെറി, ഞാൻ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡിസൈനർ അല്ല. എല്ലാം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് 2 കൈകൾ ഒരു മനസ്സു മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് താങ്ങൂല. ശരി, എങ്കിൽ നീ എൻ്റേതിൽ നിന്ന് തുടങ്ങിക്കോ. പിന്നെ നീ മറ്റുള്ളവരെയും കുറിച്ച് ചിന്തിച്ചാൽ മതി.